എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആൻഡ് GST സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേ, അതായത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം വെച്ച് നല്ല രീതിയിലൊന്ന് പഠിക്കുക. ഈ സബ്ജക്റ്റിൻ്റെ 5 മൊഡ്യൂളിനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ക്വസ്റ്റ്യൻ എത്രയൊക്കെ പറഞ്ഞാലും ഇൻകം ടാക്സ് ആൻഡ് GST ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലാതെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അത് പ്രതീക്ഷിച്ചാരും പോവരുത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസും നോട്ട്സും എല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കി ആ ഐഡിയയ്ക്ക് അനുസരിച്ച് ആൻസർ ചെയ്യുക. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് പേരെനിക്ക് ഇന്നലെയും ഇന്നുമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടായിരിക്കും നിങ്ങൾ പഠിച്ചേ, ഒന്നില്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ, സിസർ ആൻഡ് സെർച്ച്, അല്ലെങ്കിൽ ക്ലബിംഗ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേർഡ് കണ്ടാൽ അതിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ചിലപ്പം അത് ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ എന്താണ്, അല്ലെങ്കിൽ പവർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്താണ്, ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ നിങ്ങളപ്പോൾ പാനിക് ആവണ്ട, അല്ലെങ്കിൽ വറീഡ് ആവണ്ട. നിങ്ങൾ എന്താണോ ആ ടോപ്പിക്കിൽ പഠിച്ചത് ആ കാര്യം എഴുതി വെക്കുക. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ എഴുതുന്നത് എന്താണോ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. അപ്പം ഞാനതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാൻ കാരണം, എക്സാം കുറച്ചൊന്ന് ടൈറ്റ് ആയിരിക്കും, അത് പ്രതീക്ഷിച്ച് തന്നെ പോവുക. അപ്പം നമുക്ക് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എനിക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ എക്സാം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവരും ആ എക്സാമിന് നല്ല മാർക്കോടുകൂടി വിജയിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരുപക്ഷെ ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ. ഇതോടുകൂടി ഞാൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾ ഈ നോട്ട്സും വീഡിയോസും 2 മാർക്ക് നോട്ട്സും എല്ലാം വെച്ചുകൊണ്ട് നല്ല രീതിയിലൊരു റിവിഷൻ നടത്തി നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുമുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓൾഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആൻഡ് GST സിസ്റ്റം. പഴയ ടാക്സ് സിസ്റ്റവും ഇപ്പോഴത്തെ പുതിയ GST സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നാണ് 5 മാർക്കിന് ചോദിച്ചത്. അപ്പോൾ ഒരു 5 മാർക്കിന് ചോദിക്കുമ്പോൾ 5 പോയിന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കോംപ്ലക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു സിമ്പിൾ ടാക്സ് സിസ്റ്റമായ GST വന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കോംപ്ലക്സ് സിസ്റ്റം ആയിരുന്നു, GST സിമ്പിൾ സിസ്റ്റമാണ്. ഓൺലൈൻ പേയ്മെന്റ് നോട്ട് കമ്പൽസറി. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ ഓൺലൈൻ പേയ്മെന്റ് വേണ്ടിയിരുന്നില്ല, കമ്പൽസറി അല്ലായിരുന്നു. എന്നാൽ GSTയിൽ നമുക്കറിയാം ഓൺലൈൻ പേയ്മെന്റ് കമ്പൽസറി ആണ്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം നോട്ട് അപ്ലിക്കബിൾ ടു സർവീസസ്. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം സർവീസസിന് അപ്ലിക്കബിൾ അല്ലായിരുന്നു. എന്നാൽ നമുക്കറിയാം, GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണല്ലേ, ഗുഡ്സിന് മാത്രമല്ല സർവീസസിനും അപ്ലിക്കബിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം ആയിരുന്നു. എന്നാൽ GST ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ്. GST സിമ്പിളുമാണ്, സിംഗിളുമാണ് അല്ലേ. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ് ഉണ്ട്. എന്നാൽ GSTയിൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഇല്ല. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ ഡിഫറൻറ്റ് ടാക്സ് റേറ്റ് ആയിരുന്നു. എന്നാൽ GSTയിൽ 1 നാഷൻ 1 ടാക്സ് അല്ലേ, സിംഗിൾ ടാക്സ് റേറ്റ് ആണ്. രാജ്യം മൊത്തം ഒരു ടാക്സ് റേറ്റ് എന്നതാണ് GSTയുടെ പ്രത്യേകത തന്നെ. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റവും GSTയും തമ്മിലുള്ള ഡിഫറൻസ്. 5 മാർക്കിനായിരിക്കും ചോദിക്കുക. അങ്ങനെ 5 മാർക്കിന് ചോദിച്ചാൽ 5 പോയിന്റ്സ് എങ്കിലും എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം, അതായത് പഴയ ടാക്സ് സിസ്റ്റവും അല്ലെങ്കിൽ ഓൾഡ് ടാക്സ് സിസ്റ്റവും GST സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്ന് സിമ്പിളാണ്, എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കോംപ്ലക്സ് ആയിരുന്നു. ഇൻഡയറക്റ്റിൽ ഓൺലൈൻ പേയ്മെന്റ് കമ്പൽസറി അല്ലായിരുന്നു. GSTയിൽ ഓൺലൈൻ പേയ്മെന്റ് കമ്പൽസറി ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് സർവീസസിന് അപ്ലിക്കബിൾ അല്ലായിരുന്നു. GST സർവീസസിനും കൂടെ അപ്ലൈ ചെയ്യാം.
മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റമാണ് ഇൻഡയറക്റ്റ്, ജി എസ് ടിയോ സിംഗിൾ ടാക്സ് സിസ്റ്റമാണ്. ആ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിനും 10 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി ഇവല്യൂഷൻ ഓഫ് ജി എസ് ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജി എസ് ടി സിസ്റ്റത്തിന്റെ ഇവല്യൂഷൻ. ഹിസ്റ്ററി ചോദിച്ചാലും ജി എസ് ടിയുടെ ഡെവലപ്മെന്റ് ചോദിച്ചാലും ജി എസ് ടിയുടെ മൈൽ സ്റ്റോൺ ചോദിച്ചാലും എല്ലാം ഇതാണ് ആൻസർ. ആദ്യം ജി എസ് ടി എന്താണെന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരുപാട് വീഡിയോയിൽ നമ്മൾ ജി എസ് ടി എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ജി എസ് ടിയുടെ ഇവല്യൂഷൻ ഡേറ്റ് വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എല്ലാവർക്കും ഇത് അതേപോലെ ബൈഹേർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, 2000 പ്രൈം മിനിസ്റ്റർ ജി എസ് ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെല്ലാവർക്കും പഠിക്കാലോ. 2000 ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2003 ആയപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഫോംഡ് എ ഫോഴ്സ് അണ്ടർ വിജയ് ചാക്കർ. വിജയ് ചാക്കറിന്റെ നേതൃത്വത്തിൽ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അവിടെ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. അടുത്തതാണ് 2004 ദ ഫോഴ്സ് റെക്കമെൻഡഡ് ജി എസ് ടി ടു റീപ്ലേസ് എക്സിസ്റ്റിംഗ് ടാക്സ്. അതായത് 2004 പറയാണ്, നമ്മുടെ നിലവിലുള്ള ആ ഓൾഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് ജി എസ് ടിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റെക്കമെൻഡേഷൻ ആ ഒരു വിജയ് ചാക്കറിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം ഫോഴ്സ് കൊടുത്തു. 2006 ഫസ്റ്റ് അനൗൺസ്മെന്റ് ഓഫ് ജി എസ് ടി ബൈ യൂണിയൻ മിനിസ്റ്റർ. യൂണിയൻ ബഡ്ജറ്റിൽ ആ കാലത്തെ യൂണിയൻ മിനിസ്റ്റർ ആദ്യത്തെ ജി എസ് ടിയുടെ അനൗൺസ്മെന്റ് നടത്തി. 2009 എംപവേർഡ് കമ്മിറ്റി റിലീസ്ഡ് ദി ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ. ഒരു എംപവേർഡ് കമ്മിറ്റി ഫോം ചെയ്യുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഡിസ്കഷൻ പേപ്പർ റിലീസ് ചെയ്യുകയും ചെയ്തത് 2009. 2011 115ാമത് അമെൻമെന്റ് ബില്ല് അമെൻമെന്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ലാപ്സ് ആവുകയും ചെയ്തു. വീണ്ടും 2016 122ാമത്തെ അമെൻമെന്റ് ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2016 ആദ്യത്തെ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. 2017 ആ ജി എസ് ടി കൗൺസിൽ സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2017 ഏപ്രിൽ സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി ആക്ട് വാസ് പാസ്ഡ്. ദെൻ 2017 ജൂലൈയിൽ ജി എസ് ടി വാസ് ലോഞ്ച്ഡ് ഓൾ ഓവർ ദി ഇന്ത്യ. ഇന്ത്യ മൊത്തമാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ 2017 ജൂലൈയിൽ ജി എസ് ടി ലോഞ്ച് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 5 സ്റ്റെപ്പെങ്കിലും പഠിച്ചു വെച്ചോളൂ. കാരണം ഇത് സീലിംഗ് ആണല്ലോ. അപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും എഴുതി വെച്ച് 2 മാർക്ക് കിട്ടിയാലോ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അല്ലേ. ഇനി എസ് എ ആണെങ്കിലും എന്തെങ്കിലും ഒരു 1/2 മാർക്ക് കിട്ടിയാൽ അതും നിങ്ങൾക്ക് നല്ലതാണ് പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000 ആ ഒരു കോൺസെപ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2003 ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വിജയ് ചാക്കറിന്റെ നേതൃത്വത്തിൽ. 2004 ആകുമ്പോൾ ജി എസ് ടിനെ റെക്കമെൻഡ് ചെയ്തു. 2006 യൂണിയൻ മിനിസ്റ്റർ യൂണിയൻ ബഡ്ജറ്റിൽ ജി എസ് ടിയുടെ ഫസ്റ്റ് അനൗൺസ്മെന്റ് നടത്തി. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ദെൻ അടുത്തൊരു ഷോർട്ട് എസ്സേ ആയിരുന്നു, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ജി എസ് ടി സിസ്റ്റം. ജി എസ് ടി സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ജി എസ് ടി ഇൻട്രൊഡക്ഷൻ. ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, ഡിസഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയായിരുന്നു എന്ന്. അപ്പോൾ ജി എസ് ടിയുടെ ലിമിറ്റേഷൻ ചോദിച്ചാൽ ആദ്യം ജി എസ് ടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നമുക്കറിയാം ജി എസ് ടിയുടെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡുവൽ ടാക്സേഷൻ സിസ്റ്റമാണ്, ഓൺലൈൻ ടാക്സേഷൻ സിസ്റ്റമാണ്, കോംപ്ലക്സിറ്റീസ് ഓഫ് ബിസിനസ്മാൻ ഇത് ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. ഷോർട്ട് ടേം ബിസിനസ് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ ആണ്. റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഒരു ലിമിറ്റേഷൻ ആണ്. ഓപ്പറേഷണൽ കോസ്റ്റ് ഹൈ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടാക്സസ് ഇൻ ജി എസ് ടി സിസ്റ്റം. ജി എസ് ടി സിസ്റ്റത്തിലെ ഡിഫറെന്റ് ടാക്സസ് എന്തൊക്കെയാണ്? സി ജി എസ് ടിയും, എസ് ജി എസ് ടിയും, ഐ ജി എസ് ടിയും, യു ടി ജി എസ് ടിയും. ഇത് 4 ജി എസ് ടി സിസ്റ്റത്തിലെ ഡിഫറെന്റ് ടാക്സസ് എന്ന് പറയുന്നത്. സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി ഇത് ഓൾറെഡി 2 മാർക്ക് സെക്ഷനിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. അടുത്തതാണ് വാട്ട് ഈസ് കോമ്പോസിറ്റ് സപ്ലൈ, ഗിവ് എക്സാമ്പിൾസ്. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് 2 or more goods or services that are only sold as a set and cannot be sold individually. അതായത്
ഒറ്റയ്ക്ക് വിൽക്കാൻ കഴിയാതെ ഒരു സെറ്റായിട്ട് വിൽക്കാൻ പറ്റുന്ന സപ്ലൈയാണ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ഒരുമിച്ചേ സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലാതെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വലി സോൾവ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള സപ്ലൈയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ് സർവീസ്, മൊബൈൽ ഫോണ് ബാറ്ററിയും ചാർജും ഒരുമിച്ചേ വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ മൊബൈൽ മാത്രം ആരെങ്കിലും വാങ്ങുമോ ബാറ്ററിയും ചാർജറും ഇല്ലാതെ? ഇല്ല. അതേപോലെ തന്നെ ട്രാവൽ പാക്കേജ്, അതേപോലെ കമ്പ്യൂട്ടർ വിത്ത് പ്രീ ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയർ, ഓക്കെ, ഇതെല്ലാം തന്നെ നമുക്ക് ഒരു സെറ്റായിട്ടേ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള സപ്ലൈയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ ഒരു പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. കോമ്പോസിറ്റ് സപ്ലൈ നമ്മൾ 2 മാർക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെസ്റ്റോറൻറ്റ് സർവീസും, മൊബൈൽ ഫോൺ വിത്ത് ബാറ്ററി ആൻഡ് ചാർജറും, ട്രാവൽ പാക്കേജും, കമ്പ്യൂട്ടർ വിത്ത് പ്രീ ഇൻസ്റ്റാൾഡ് സോഫ്റ്റ്വെയറും, ഇതെല്ലാം തന്നെ കോമ്പോസിറ്റ് സപ്ലൈയുടെ എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ആൻഡ് എന്യൂമറേറ്റ് ഇ ലെഡ്ജേഴ്സ് ഇൻ GST നെറ്റ്വർക്ക്. GST നെറ്റ്വർക്കിലെ ഇ ലെഡ്ജേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അവ ഏതൊക്കെയാണെന്ന് എന്യൂമറേറ്റ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഫോം ഓഫ് പാസ്ബുക്ക് ഫോർ GST. GSTയുടെ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള പാസ്ബുക്കിനെയാണ് ഇ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ദി GST പോർട്ടൽ. ഈ ഒരു ഇ ലെഡ്ജർ GST പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള, അവിടെ നമ്പർ ഇട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയതാണെന്ന് തോന്നുന്നു. 4, 5, 6 എന്നാണ് വന്നത്. ആക്ച്വലി അത് 1, 2, 3 ആണ്. 3 തരത്തിലുള്ള ഇ ലെഡ്ജറാണ് GST നെറ്റ്വർക്കിൽ ഉള്ളത്. ദാറ്റ് ആർ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറും. അപ്പോൾ ഇ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ പാസ്ബുക്ക് ആണല്ലേ. ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള GSTയുടെ ഒരു പാസ്ബുക്ക് രീതിയിലുള്ള ഒന്നിനെയാണ് ഇലക്ട്രോണിക് ലെഡ്ജർ എന്ന് പറയുന്നത്. GSTയുടെ പോർട്ടലിൽ ആ ഇ ലെഡ്ജർ അവൈലബിളുമാണ്. ഇനി 3 രീതിയിലുള്ള ഇ ലെഡ്ജർ ആണുള്ളത്. ഇ ലെഡ്ജർ അധിക ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 മാർക്കിൽ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും ഉണ്ട്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും ഉണ്ട്, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറും ഉണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെഡ്ജർ ടു റെക്കോർഡ് ഓൾ ക്യാഷ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ടാക്സ് പെയർ. ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയുടെ എല്ലാ ക്യാഷ് പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെഡ്ജറിനെയാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാലിറ്റി ആൻഡ് ഫീസ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാലിറ്റി, ഫീ, ഈ കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഡിസ്പ്ലേസ് അവൈലബിൾ ക്യാഷ് ബാലൻസസ്. ആ ഒരു ലെഡ്ജറിൽ തെളിഞ്ഞു കാണുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തായിരിക്കും? ക്യാഷ് ബാലൻസസ് ആയിരിക്കും. ഇപ്പൊ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ 3 കീവേഡുകൾ ഓർത്തു വെക്കുക. 1, ക്യാഷ് പേയ്മെന്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. 2, ഇത് ടാക്സും ഇൻട്രസ്റ്റും പെനാലിറ്റിയും ഫീസും എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. 3, ഇത് ക്യാഷ് ബാലൻസസ് ഇതിന്റെ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെഡ്ജർ ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ്സ് അവൈലബിൾ ടു ദി ടാക്സ് പേയേഴ്സ്. ടാക്സ് പേയേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്രെഡിറ്റ്സുകളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെഡ്ജറിനെയാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും മറ്റ് ടാക്സ് ക്രെഡിറ്റുകളുമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിസ്പ്ലേസ് അവൈലബിൾ ക്രെഡിറ്റ് ബാലൻസസ്. അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് ബാലൻസസുകളായിരിക്കും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്തതാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെഡ്ജർ ടു റെക്കോർഡ് ഓൾ ടാക്സ് ലയബിലിറ്റീസ് ഓഫ് ദി ടാക്സ് പെയർ. ടാക്സ് പെയറുടെ എല്ലാ ടാക്സ് ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ലെഡ്ജറിനെയാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റും പെനാലിറ്റിയും ഫീസും ടാക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ടാക്സ് ലയബിലിറ്റീസ് ആയിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ GST രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു GST രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെല്ലാം അക്കൗണ്ടുകളും റെക്കോർഡുകളുമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 2019 സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടില്ല. 2018 ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. വാട്ട് ആർ ദ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ GST രജിസ്റ്റേർഡ് പേഴ്സൺ. ഏതൊക്കെ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആണെന്ന് നമുക്ക് നോക്കാം. മാനുഫാക്ചർ അക്കൗണ്ട്, ഇൻവാർഡ് സപ്ലൈ രജിസ്റ്റർ, ഔട്ട്വാർഡ് സപ്ലൈ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് രജിസ്റ്റർ, ഔട്ട്പുട്ട് ടാക്സ് രജിസ്റ്റർ, GST പേയ്മെന്റ് രജിസ്റ്റർ,
GST refund register, annual accounts, e-ledgers. These are the accounts and records maintained by a GST registered person. ഒരു GST registered person മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സുകളാണ് മാനുഫാക്ചർ അക്കൗണ്ട്, ഇൻവാർഡ് സപ്ലൈ രജിസ്റ്റർ, ഔട്ട്വാർഡ്. അപ്പോൾ മാനുഫാക്ചർ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഇൻവാർഡ് സപ്ലൈ രജിസ്റ്ററുമുണ്ട്, ഔട്ട്വാർഡ് സപ്ലൈ രജിസ്റ്ററുമുണ്ട്. പിന്നെ സ്റ്റോക്ക് രജിസ്റ്ററുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് രജിസ്റ്ററുമുണ്ട്, ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റ് രജിസ്റ്ററുമുണ്ട്. പിന്നെ GST പേയ്മെന്റ് രജിസ്റ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇ-ലെഡ്ജർ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 3 ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ GST പേയ്മെന്റ് രജിസ്റ്ററും ഉണ്ട്, GSTയുടെ റീഫണ്ട് രജിസ്റ്ററും ആനുവൽ അക്കൗണ്ടും. ഒരൊറ്റ പ്രാവശ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു 5 രജിസ്റ്റർ ആൻഡ് അക്കൗണ്ട്സ് എങ്കിലും പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് കിട്ടും. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദി ലെവി ഓഫ് CGST, SGST, IGST. അതായത് CGSTയും SGSTയും IGSTയും ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ ചുമത്തുന്നതിനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാലും ഇത് തന്നെ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. ആദ്യം തന്നെ CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെയാണ് CGST എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലിവിഡ് ഓൺ ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെപ്റ്റ് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളിക് ലിക്കർ ഒഴികെ ബാക്കി എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിലും ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് ചുമത്തുന്ന ഒരു ടാക്സ് ആണ് CGST. അതിന്റെ ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് CGST ആക്ടിലെ 15ാമത്തെ സെക്ഷൻ പ്രകാരമാണ്. മാക്സിമം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്. CGST ഈസ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും CGST കളക്ട് ചെയ്യുന്നത്. അടുത്തത് SGST ആണ്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സ്റ്റേറ്റുകൾക്കുള്ളിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ ഒരു ചുമത്തുന്ന ടാക്സിനെയാണ് SGST എന്ന് പറയുന്നത്. ടാക്സ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാക്സിമം റേറ്റ് 20% ആണ്. SGST കളക്ട് ചെയ്യുക സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും. അടുത്തത് IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതും എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, സ്റ്റേറ്റുകൾക്കിടയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് ടാക്സ് ചുമത്തുന്നത്. ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് IGST ആക്ട് ആണ്. മാക്സിമം റേറ്റ് 40% ആണ്. ബാക്കി രണ്ടും 20 ആണ്. IGSTക്ക് 40 ആണ്. IGSTയും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും കളക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി? ആദ്യം CGST കളക്ട് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റ് ആണ്. SGST കളക്ട് ചെയ്യുക സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. IGSTയുമാരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതെങ്കിലും ഓർത്ത് വെക്കുക. അടുത്തത് ഇതിന്റെ പ്രോസസ് ഓഫ് ലിവി, എങ്ങനെയാണ് ടാക്സ് ചുമത്തുന്നത് എന്നതുള്ള പ്രോസസ് നോക്കാം. When a supplier supply goods or services within the same state, both CGST and SGST levied. അതായത് ഒരു സപ്ലയർ ഗുഡ്സോ സർവീസസോ സെയിം സ്റ്റേറ്റിൽ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവിടെ CGSTയും SGSTയും ചാർജ് ചെയ്യും. When a supplier supply goods or services to another state, മറ്റൊരു സ്റ്റേറ്റിലാണ് സപ്ലയർ ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ IGST ആണ് വരിക. IGST ലെവിഡ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനും എന്താണ് വരിക? IGST ആണ് വരിക. ടാക്സ് റേറ്റ് ഫോർ CGST, IGST ആൻഡ് SGST ആർ ഡിറ്റർമൈൻഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ടൈം ഓഫ് സപ്ലൈ? എക്സ്പ്ലെയിൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദി ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ഓഫ് സപ്ലൈ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ. ടൈം ഓഫ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ പോയിന്റ് ഓഫ് ടൈം ഇൻ വിച്ച് ഗുഡ്സ് ആർ കൺസിഡേർഡ് ടു ബി സപ്ലൈഡ്. ഏത് സമയത്താണോ ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്തത് എന്ന് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഇൻ ഗുഡ്സിന്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് സർവീസ് നോക്കാം. നോർമൽ കേസിന്റെ ഗുഡ്സിന്റെ നോർമൽ കേസിൽ സപ്ലൈ ഏർലിയസ്റ്റ് ഓഫ് ഡേറ്റ് ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് പേയ്മെന്റും ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സും. ആക്ച്വലി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് ഞാൻ ഇങ്ങനെ വായിച്ചു പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾ നോട്ട് ചെയ്തൊന്ന് പഠിക്കുക, സിമ്പിളാണ് സംഭവം. പക്ഷേ ടൈം ഓഫ് വാല്യൂവിനെ കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നോർമൽ കേസ് ആണെങ്കിൽ സപ്ലൈയുടെ ഏർലിയസ്റ്റ് ടൈമായിട്ട് കണക്കാക്കുക ഡേറ്റ് ഓഫ് ഇൻവോയ്സോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആയിരിക്കും. ഇനി റിവേഴ്സ് ചാർജ് ആണെങ്കിൽ ഏർലിയസ്റ്റ് ഓഫ് ഡേറ്റ് ഓഫ് റെസിപ്പിയന്റ് ഓഫ് ഗുഡ്സ്, ആ ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റിലോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ടോ ആയിരിക്കും.
മൂന്നാമത്തെ സിറ്റുവേഷൻ അപ്രൂവൽ ബേസിസിലാണ്. ഡേറ്റ് ഓഫ് റെസിപ്പി എനിക്കറിയാം ഇത് നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല, വേണമെങ്കിൽ ബൈഹാർട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ച് ബൈഹാർട്ട് പഠിച്ച് ഒരു വർഷം 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും ഡേറ്റ് ഓഫ് അപ്രൂവലും ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഗുഡ്സ് സർവീസസിൻ്റെ കേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ക്രീനിൽ, അതും ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.